അടിസ്ഥാന പാഠാവലിയിൽ AP ഉദയഭാനുവിൻ്റെ മനോഹരമായിട്ടുള്ളൊരു പാഠഭാഗമാണ് കൊച്ചു ചക്കരച്ചി. ഒരു മാവും ആ മാവിനെ ചുറ്റിപ്പറ്റിയുള്ള കുറച്ച് ആളുകളെയും കുറിച്ചുള്ള ഒരു കഥയാണിത്. കവികളും കഥാകാരന്മാരുമെല്ലാം ഏറ്റവും കൂടുതൽ കവിത എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ മലയാള കവിതയിൽ ഏറ്റവും കൂടുതൽ നിറസാന്നിധ്യമായിട്ട് വന്നിരിക്കുന്ന ഒരു വൃക്ഷമെന്ന് പറയുന്ന മാവാണ്. മാവിനൊരു പ്രത്യേകതയുണ്ട്. മാമ്പൂ മുതൽ കണ്ണിമാങ്ങ തുടങ്ങി പച്ചമാങ്ങ തുടങ്ങി പഴുത്ത മാങ്ങ വരെ നമ്മുടെ ജീവിതവുമായി വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു. തണലാണെങ്കിലോ മാവിന്റെ തണൽ പോലുള്ള മറ്റൊരു തണലില്ല എന്നാണ് പറയുന്നത്. മാവിന്റെ തണലിന്റെ അത്ര തണുപ്പ് മറ്റൊരു വൃക്ഷത്തിന്റെയും തണലിനില്ല എന്നാണ് പറയുന്നത്. വളരെ കുളിർമ നൽകുന്ന ഒന്നാണ് മാവിന്റെ തണൽ. അപ്പൊ മാവ് എന്ന് പറയുന്നത് മലയാളികളുടെ ജീവിതത്തെ വളരെയേറെ സ്വാധീനിച്ചിരിക്കുന്ന ഒരു വൃക്ഷമാണ്. മരണവുമായി അതിന് ബന്ധമുണ്ട്. മരിക്കാൻ നേരത്തെ തെക്ക് നിൽക്കുന്ന മാവിന്റെ വിറക് കൊണ്ടാണ് ദഹിപ്പിക്കുന്നത്. ഈ മാവ് പല കഥകളിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിലും ഈ കൊച്ചു ചക്കരച്ചി എന്ന് പറയുന്നത് ഈ ലേഖകന്റെ വീടിന് മുറ്റി നിൽക്കുന്ന ഒരു മാവാണ്. ഈ മാവിനെ കുറിച്ചുള്ള ചില ഓർമ്മകളും മാവിന് ചില മാനുഷിക ഭാവങ്ങൾ കൊടുത്ത് ഒരു പ്രധാന കഥാപാത്രമാക്കി എഴുതിയിരിക്കുന്ന ഒരു പാഠഭാഗമാണ് കൊച്ചു ചക്കരച്ചി. ഇതിൽ നിന്ന് ചോദിക്കാവുന്ന ഒന്നിലധികം ചോദ്യങ്ങളുണ്ട്. ഇങ്ങനെ വേണം ചോദിക്കാം. എന്താണ്? വെട്ടിമാറ്റപ്പെടുവാൻ അവസരങ്ങൾ പലത് വന്നു ചേർന്നിട്ടും കൊച്ചു ചക്കരച്ചി അതിനെയെല്ലാം അതിജീവിച്ചത് എങ്ങനെയാണ്? അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാമല്ലോ. അല്ലെങ്കിൽ യുക്തിയുള്ളിടത്തല്ലേ യുക്തിവാദം ഫലിക്കൂ, ഇവിടെ ഭക്തിയും വിശ്വാസവുമാണ്. അങ്ങനെ വന്നാലും കൊച്ചു ചക്കരച്ചി നേരുള്ള മാവാണ്, അത് ദോഷപ്പെടുത്തുകയില്ല എന്നെല്ലാം പറഞ്ഞാലും ഏകദേശം ഈ പാഠത്തിൽ ഒരു പ്രത്യേക ഭാഗത്തുനിന്നുള്ള കുറച്ച് ഭാഗങ്ങളാണ് ഞാനിവിടെ പറഞ്ഞിരുന്നത്. മാവ് വെട്ടിമാറ്റണമെന്ന് ഇവിടെയുള്ള ആളുകൾക്ക് തോന്നുന്നു, അല്ലെങ്കിൽ മാവിലെ മാങ്ങ ഒരു വിൽപ്പന ചരക്കാക്കണമെന്ന് ആളുകൾക്ക് തോന്നുന്നു. അപ്പോഴെല്ലാം ഈ കൊച്ചു ചക്കരച്ചി എങ്ങനെയാണ് അതിനെല്ലാം അതിജീവിച്ചത്? പിന്നെ ഈ കൊച്ചു ചക്കരച്ചിക്ക് ലേഖകന്റെ അമ്മയുമായിട്ടുള്ള ആത്മബന്ധമെന്ത്? അല്ലെങ്കിൽ കൊച്ചു ചക്കരച്ചിയെ കുറിച്ച് അമ്മയുടെ വിശ്വാസമാണ് അവസാനം ഫലിച്ചത് എന്തുകൊണ്ട്? ഇങ്ങനെല്ലാം ചോദിക്കുമ്പോഴും ഈ ഒരു ഭാഗമാണ് ഇവിടെ വരുന്നത്. അപ്പൊ എന്താണ്? ലേഖകൻ തറവാട്ട് വീട്ടിൽ താമസമാക്കിയതിനു ശേഷം പണത്തിന്റെ മുട്ടുകൊണ്ട് 1-2 പ്രാവശ്യം കൊച്ചു ചക്കരച്ചിയിലെ മാങ്ങ വിൽക്കുവാൻ അമ്മ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ തറവാട്ട് വീട്ടില് വന്ന് താമസം അദ്ദേഹത്തിന്റെ വീട്ടിൽ കിട്ടിയാണ് ഈ തറവാട്. അവിടെ ആ തറവാട്ട് വീട്ടിൽ താമസം വളരെ താമസിച്ചാണ് അവിടെ താമസിക്കാൻ വന്നത്. അപ്പൊ തറവാട്ട് വീട്ടിൽ താമസിക്കാൻ വന്ന ശേഷം പണത്തിന്റെ മുട്ടുകൊണ്ട് 1-2 പ്രാവശ്യം കൊച്ചു ചക്കരച്ചിയിലെ മാങ്ങ വിൽക്കാൻ അമ്മ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ഈ അമ്മയാണ് തറവാട്ട് വീട്ടിൽ താമസിക്കാൻ വന്നതെന്ന് നമുക്ക് അറിയാം. ഇവിടെ അതോ അദ്ദേഹമാണോ? എന്തായാലും തറവാട്ട് വീട്ടിൽ താമസിക്കാൻ വന്ന ശേഷമാണ് കൊച്ചു ചക്കരച്ചിയുമായി ആത്മബന്ധം ഇവരുണ്ടാവുന്നത്. അപ്പൊ ലേഖകൻ തറവാട്ട് വീട്ടിൽ താമസമാക്കിയതിനു ശേഷം പണത്തിന്റെ മുട്ടുകൊണ്ട് 1-2 പ്രാവശ്യം കൊച്ചു ചക്കരച്ചിയിലെ മാങ്ങ വിൽക്കാൻ അമ്മ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ സ്വയം ചത്തും മാവിനെ സൂക്ഷിച്ചു പോകുന്ന നൂറുകൾ എന്ന ചാവേറ്റുപട കൊച്ചു ചക്കരച്ചിയിൽ കയറാൻ ശ്രമിച്ചവരെ എല്ലാം തോൽപ്പിച്ച് ഓടിച്ചു കളഞ്ഞു. അപ്പൊ എന്താണ്? ഈ മാവ് ഒരു വിൽപ്പനച്ചരക്കാക്കി മാറ്റാൻ അമ്മ ശ്രമിച്ചപ്പോൾ ബുദ്ധിമുട്ടോണ്ടാണ്. ആ മാവിനെ രക്ഷിക്കാൻ ആരാണ് വന്നത്? നൂറുകൾ. ചില നാട്ടിൽ നീറുകൾ എന്നും പറയാറുണ്ട്. നൂറുകൾ എന്ന് പറയുന്ന ഉറുമ്പുകൾ. ആ ഉറുമ്പിന്റെ പട വന്ന് അവരെ തോൽപ്പിച്ചോടിച്ചു കളഞ്ഞു. ഉറുമ്പ് ഉള്ള മാവിൽ കയറി മാങ്ങ പറിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ അത്രയും പാടുപെട്ടൊക്കെ പറിച്ചു കഴിഞ്ഞാൽ ആ മാങ്ങയ്ക്ക് അത്രയും വില കിട്ടിക്കോളണം നിർബന്ധമില്ല. അതുകൊണ്ട് എന്താണ്? കച്ചവടക്കാര് ഈ ഉറുമ്പിനെ പേടിച്ച് വിട്ടുപോയി. വിൽക്കാനുള്ളതല്ല, ആളുകൾക്ക് 1-2 പേർക്ക് തിന്നാനുള്ളതാണ് എന്റെ മാങ്ങ എന്നായിരുന്നു കൊച്ചു ചക്കരച്ചിയുടെ നില. അപ്പൊ എന്താണ്? ഈ കൊച്ചു ചക്കരച്ചി തന്നെ ഒരു വിൽപ്പനച്ചരക്കാക്കാൻ, അല്ലെങ്കിൽ തന്റെ മാങ്ങ ഒരു വിൽപ്പനച്ചരക്കാക്കാൻ ഒട്ടും ഉദ്ദേശം ആ കൊച്ചു ചക്കരച്ചിക്കില്ല. ആളുകൾ അത് പെറുക്കി തിന്ന് ആസ്വദിക്കട്ടെ, ഒരു സർവീസായിട്ടാണ്. അതൊരു സേവന മനോഭാവമാണ് ഈ കൊച്ചു ചക്കരച്ചിക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നീട് മാവ് വാങ്ങുവാൻ, മാങ്ങ വാങ്ങുവാനാണ് ആദ്യ ആൾ വന്നത്. പിന്നെ മാവ് തന്നെ വാങ്ങുവാൻ ആളുകൾ വന്നു തുടങ്ങി. യുദ്ധകാലമായതോടുകൂടി മാവുകൾക്ക് വില കൂടി. യുദ്ധകാലം ആകുമ്പോൾ മാവ് വേണം. എന്തിനായിരിക്കും? ചിലപ്പോൾ മാവിന്റെ പലക കൊണ്ട് വണ്ടികൾ ഉണ്ടാക്കുവാനോ അല്ലെങ്കിൽ ഏതെങ്കിലും കിടങ്ങൾക്ക് കുറുകെ വെക്കുവാനോ എന്തെങ്കിലും ആവട്ടെ. ഇത് ആവശ്യമായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പൊ യുദ്ധകാലമാകുമ്പോൾ മാവുകൾക്കെല്ലാം വില കൂടി. തായ്തടിക്ക് നല്ല വണ്ണവും പൊക്കമുള്ള കൊച്ചു ചക്കരച്ചിയെ പട്ടാളത്തിൽ ചേർക്കുന്നതിന് എന്ത് പ്രലോഭനവും ഉപയോഗിക്കുവാൻ തയ്യാറായ ആളുകൾ വന്നിരുന്നു. അപ്പൊ കൊച്ചു ചക്കരച്ചിക്ക് വളരെ ഉയരമാണ്, നല്ല വണ്ണവുമാണ്. ആ കൊച്ചു ചക്കരച്ചിയെ പട്ടാളത്തിൽ ചേർക്കാൻ, യുദ്ധത്തിന്റെ ആവശ്യമായിട്ട് എടുക്കാൻ വേണ്ടി പല പ്രലോഭനങ്ങളുമായിട്ട് ആളുകൾ വന്നു. പണത്തിന് വളരെ ബുദ്ധിമുട്ടുണ്ടായിട്ടും
അവയെല്ലാം തുരത്തപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ കൊച്ചു ചക്രച്ചിയിലെ മാങ്ങയോ കൊച്ചു ചക്രച്ചിയെ തന്നെയോ വിൽക്കുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ രക്ഷപ്പെട്ട് നിൽക്കുകയാണ്. കൊച്ചു ചക്രച്ചിയുടെ ഇടതുഭാഗത്തായി താഴെ നിന്ന് 8-10 അടി ഉയരത്തിൽ തൊലി പൊളിഞ്ഞ തടി ജീർണിച്ചിരുന്നു. കൊച്ചു ചക്രച്ചിയിൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ തടിയുടെ മുകൾ ഭാഗത്ത് ജീർണിച്ചിരിക്കുന്നതായിട്ട് കണ്ടു. ഇത് ഇടിമിന്നലേറ്റാവാം. ഇതിനെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഇടിമിന്നലേറ്റത് ആവാം ചിലപ്പോൾ, അല്ലെങ്കിൽ കച്ചവടക്കാർ തന്നെ തമര് വെച്ചതാവാം. ഈ മാവ് നല്ല ആരോഗ്യത്തോടെ നിൽക്കുകയാണെങ്കിൽ വെട്ടിക്കൊടുക്കില്ലായിരുന്നു. അതുകൊണ്ട് അനാരോഗ്യമായ മാവ് നിങ്ങൾക്ക് ഭീഷണിയാണ്, ഇത് രോഗം പിടിച്ചു, ഇത് മാറ്റാൻ വഴിയില്ല, ഇത് ചിലപ്പോൾ മറിഞ്ഞ് നിങ്ങളുടെ പുരയിലോട്ട് വീഴും എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഈ കച്ചവടക്കാർ ചെയ്താവാം. എന്താകട്ടെ, അനാരോഗ്യമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക്, മാരകമായ ഒരു രോഗാവസ്ഥയിലേക്ക് മാവ് മാറുകയാണ്. ചികിത്സിക്കാൻ രക്ഷിക്കാനുമുള്ള വഴികളൊക്കെ ആരാഞ്ഞു. ഒന്നും ഫലപ്രദമല്ല എന്ന് കണ്ടപ്പോൾ ലേഖൻ അമ്മയെ നിർബന്ധിക്കാൻ തുടങ്ങി. എന്താണ്? ആ മാവ് തായ്പരിയിലേക്ക് വീഴുന്നതിന് മുമ്പ് വെട്ടുക. മാവ് താശിപ്പരിയുടെ മേൽ ഒടിഞ്ഞു വീഴാതിരിക്കുവാൻ ലേഖൻ അത് വെട്ടിക്കളയുവാൻ അമ്മയെ നിർബന്ധിക്കുന്നു. സകല യുക്തികളും ഉപയോഗിച്ച് വാദിച്ചെങ്കിലും പല യുക്തികളും ഉപയോഗിച്ചു. ആ മാവ് വീണാൽ നമ്മുടെ പുര തകർന്നു പോകും. ഒരു മാവിനാണോ ഇവിടെയുള്ള മനുഷ്യ ജീവിതത്തിനാണോ ഏറ്റവും വില കൽപ്പിക്കുന്നത് അമ്മ? അങ്ങനെ പല യുക്തികളും പറഞ്ഞു. പക്ഷേ അവിടെയെല്ലാം ജയിച്ചതാരാണ്? യുക്തിയല്ല ജയിച്ചത്, ഭക്തിയാണ് ജയിച്ചത്. യുക്തിയുള്ളിടത്തല്ലേ യുക്തിവാദം ഫലിക്കൂ. ഇവിടെ ഭക്തിയും വിശ്വാസവുമാണ്. അപ്പോൾ യുക്തിയിൽ ചിന്തിക്കാനുള്ള കഴിവുള്ള ആളല്ല അമ്മ എന്നാണ് ലേഖം പറയുന്നത്. യുക്തിയുള്ളിടത്തല്ലേ യുക്തിവാദം ലഭിക്കും. ഇവിടെ അമ്മയ്ക്ക് യുക്തിയല്ല ഉള്ളത്, ഭക്തിയാണ് കൂടുതൽ. അമിതമായ വിശ്വാസമാണ് ആ മാവിനോട്. തന്നെ കൊച്ചു ചക്കരിച്ച് ചതിക്കില്ല. കുടുംബത്തിൽ വർഷങ്ങളായി നിൽക്കുന്നൊരു മാവാണിത്. കുടുംബത്തിലെ എല്ലാ അവസ്ഥകളും കണ്ട് എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് ഇത്രനാൾ നിന്ന മാവ് ഇനി അവസാന നിമിഷം തങ്ങളെ ചതിക്കില്ല എന്നൊരു ഉത്തമ വിശ്വാസമായിരുന്നു അമ്മയ്ക്ക്. അതാണ് യുക്തിയുള്ളിടത്തല്ലേ യുക്തിവാദം ഫലിക്കൂ. ഇവിടെ ഭക്തിയും വിശ്വാസവുമാണ്. അല്ലെങ്കിൽ കൊച്ചു ചക്കരിച്ച് നേരുള്ള മാവാണ്, അതിന് ദോഷം വരുത്തില്ല എന്ന് അവസാനം അമ്മയെ കൊണ്ട് പറയിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അത് അവസാനം ഒരു കാറ്റത്ത് ഇത് 10 വർഷങ്ങൾക്ക് ശേഷം മറിഞ്ഞു വീഴുന്നുണ്ട്. ആർക്കും ഒരു ദോഷവും വരുത്താതെ, ഒരു മരം വെട്ടുകാരന് പോലും കഴിയാത്തത്ര കൃത്യതയോടുകൂടി അത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് അധികം നാശനഷ്ടങ്ങളില്ലാതെ വീഴുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കൊച്ചു ചക്കരിച്ച് തന്റെ ജീവിതം കൊണ്ട് മനുഷ്യരോടുള്ള അല്ലെങ്കിൽ ആ തറവാടിനുള്ള സ്നേഹം അവസാനം കാത്തു സൂക്ഷിക്കുന്നു. കൊച്ചു ചക്കരിച്ചോടുള്ള അമ്മയുടെ വിശ്വാസം അല്പം പോലും കോട്ടം തട്ടാതെ ആ മാവ് വിടവാങ്ങുന്ന കഥയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അപ്പോൾ കൊച്ചു ചക്കരിച്ചിയെ വെട്ടിമാറ്റുവാൻ അവസരങ്ങൾ വന്നു, എന്നിട്ട് വെട്ടിമാറ്റപ്പെട്ടില്ല. അല്ലെങ്കിൽ യുക്തിയുള്ളിടത്തല്ലേ യുക്തിവാദം ഫലിക്കൂ, അല്ലെങ്കിൽ കൊച്ചു ചക്കരിച്ച് നേരുള്ള മാവാണ്, അത് ദോഷം വരത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി ചേർത്ത് എഴുതി വെച്ചാൽ മതി. ഇനിയും കൊച്ചു ചക്കരിച്ചിയിൽ 1-2 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കൂടിയുണ്ട്. അത് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്ലേലിസ്റ്റിൽ പോവുക. ഫിസിക്സ്, കെമിസ്ട്രി, കണക്ക്, ഇങ്ങനെയുള്ള എല്ലാം ഓരോന്നും ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. കണക്കൊക്കെ കുറച്ച് ഉണ്ട്. അതൊക്കെ ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും പ്രയോജനം ചെയ്യും.